നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞെട്ടിൽ ഉളവാക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് ഹൂതി കേന്ദ്രങ്ങളിൽ അമേരിക്കയും അതുപോലെ തന്നെ ബ്രിട്ടനും ആഞ്ഞടിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇപ്പോഴും ഇതാ അതേ സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. യമനിൽ ഹൂതി കേന്ദ്രങ്ങൾക്ക് നേരെ സംയുക്ത വ്യോമാക്രമണം വീണ്ടും നടത്തി യുഎസും യുകെയും. 13 പ്രദേശങ്ങളിലായി കഴിഞ്ഞ ദിവസം തകർത്തത് 36 ലക്ഷ്യസ്ഥാനങ്ങളായിരുന്നു. ഇത്തവണയും അതുതന്നെയാണ് ആവർത്തിക്കുന്നത്. ചെങ്കടലിൽ അന്താരാഷ്ട്ര കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഓസ്ട്രേലിയ, ഡെൻമാർക്ക്, കാനഡ, ബഹ്റൈൻ, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയായിരുന്നു ഈ ആക്രമണം. ആളപായമുള്ളതായി റിപ്പോർട്ടുകൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഹൂതികൾ ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസം ചെങ്കടലിൽ ലക്ഷ്യമാക്കിയ 8 ഹൂതി ഡ്രോണുകളാണ് യുഎസ് വെടിവെച്ചിട്ടത്. ഗസ യുദ്ധത്തിൽ പലസ്തീനികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിൽ ആക്രമണം തുടരുന്നത്. ഇസ്രയേലുമായി ബന്ധമുള്ള കപ്പലുകളായാണ് ആക്രമിക്കുന്നത് എന്ന് ഹൂതികൾ പറയുന്നുണ്ടെങ്കിലും ബന്ധമില്ലാത്ത കപ്പലുകളും ആക്രമണത്തിന് ഇരയാകുന്നുണ്ട് എന്നത് വ്യക്തം. ചെങ്കടലിലൂടെയുള്ള ആഗോള ചരക്കു നീക്കം തടസ്സപ്പെടുത്തുന്നതോടുകൂടിയാണ് യുഎസിന്റെ നേതൃത്വത്തിൽ തിരിച്ചടി തുടങ്ങിയത്. നവംബർ മുതലാണ് ഹൂതികൾ ചെങ്കടലിനെ ലക്ഷ്യമിടുന്നത്. ഇസ്രായേൽ ഹമാസ് യുദ്ധ പശ്ചാത്തലത്തിൽ പലസ്തീനെ പിന്തുണച്ചുകൊണ്ട് ഇസ്രായേലുമായി ബന്ധമുള്ള കപ്പലുകളെ ലക്ഷ്യം വെച്ചായിരുന്നു ഇവരുടെ ആക്രമണം. ജനുവരി 28-ന് ജോർദാനിൽ 3 യുഎസ് സൈനികർ ഹൂതികളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. 40-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇറാഖിലും സിറിയയിലുമുള്ള ഹൂതികൾക്കെതിരെ അമേരിക്ക ഏകപക്ഷീയമായ ആക്രമണം നടത്തി. അതിന് പിന്നാലെയാണ് സംയുക്ത ആക്രമണവുമായി അമേരിക്കയും ബ്രിട്ടനും രംഗത്തെത്തിയത്. ഹൂതികൾക്കെതിരായ ആക്രമണത്തിന് പുറമെ ആഗോള വ്യാപാരത്തിന്റെ 12% വഹിക്കുന്ന കപ്പൽപാതയിലെ ചരക്കു നീക്കം സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ട് ബഹുരാഷ്ട്ര നാവിക ദൌത്യസേനയും അമേരിക്ക രൂപീകരിച്ചിട്ടുണ്ട്. സിറിയയിലും ഇറാഖിലും ഇറാൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിവരുന്ന ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാൻ യുഎസ് തീരുമാനിച്ചു. സൈനിക നീക്കത്തിനുള്ള പദ്ധതി അമേരിക്ക അംഗീകരിച്ചു. ജോർദാനിൽ സിറിയൻ അതിർത്തിക്കു സമീപം നടന്ന ഡ്രോൺ ആക്രമണത്തിൽ 3 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 41 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ഈ തീരുമാനം. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ സഹായത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് റെസിഡൻസ് ഇൻ ഇറാഖ് ഗ്രൂപ്പാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് അമേരിക്ക ആരോപിക്കുന്നത്. ആക്രമണത്തിന് ഉപയോഗിച്ച ഡ്രോൺ നിർമ്മിച്ചത് ഇറാനിലാണെന്നും അമേരിക്കൻ സൈന്യം ആരോപിക്കുന്നു. എന്നാൽ അമേരിക്കൻ ആരോപണം ഇറാൻ നിഷേധിച്ചിട്ടുമുണ്ട്. ഇറാൻ മണ്ണിൽ പ്രത്യാക്രമണം നടത്തണമെന്ന റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ തന്നെ സമ്മർദ്ദം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇറാഖിലും സിറിയയിലും നടത്തുന്ന ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തിയാൽ മതിയെന്നാണ് തീരുമാനം. ഇറാനുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടൽ ഈ സാഹചര്യത്തിൽ ദോഷം ചെയ്യുമെന്നും അമേരിക്ക വിലയിരുത്തുന്നുമുണ്ട്. അമേരിക്കൻ സൈനികർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അംഗീകരിക്കാൻ സാധിക്കില്ല എന്നും തിരിച്ചടി നൽകുമെന്നും യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഗസ മുനമ്പിൽ ഹമാസിനെതിരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധം, ചെങ്കടലിലെ വാണിജ്യ കപ്പലുകൾക്ക് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തുന്ന ആക്രമണങ്ങളും മേഖലയെ സംഘർഷത്തിലാക്കിയിട്ടുമുണ്ട്. വ്യാപകമായിട്ടുള്ള സംഘർഷം ഒഴിവാക്കാൻ ഞങ്ങൾ ഇനിയും പരിശ്രമിക്കും. എന്നാൽ ഞങ്ങളുടെ താൽപര്യങ്ങളെയും ജനങ്ങളെയും സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുമെന്നാണ് ബൈഡൻ കൂട്ടിച്ചേർത്തത്. ഇസ്രയേലിന്റെ ഗസ അധിനിവേശത്തിന് പിന്നാലെ ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകൾ ചെങ്കടലിൽ അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് പതിവാണ്. ഇതിന് മറുപടിയായി സിറിയയിലും ഇറാഖിലും അമേരിക്ക ആക്രമണം നടത്തിയിരുന്നു. ഇതേ തുടർന്നാണ് സിറിയയിലെ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരെ ഇറാൻ തിരികെ വിളിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ബന്ദിമോചന ചർച്ച ഒരു വശത്ത് നടക്കുമ്പോഴാണ് മറുവശത്ത് ചെങ്കടലിനെയും പൂർണ്ണമായി തകർത്തെറിഞ്ഞ ഹൂതികൾ വരികയും ഹൂതികളെ പൂർണ്ണമായും തരിപ്പണമാക്കാൻ സംയുക്തമായി രാജ്യങ്ങൾ ഒന്നിക്കുകയും ഒക്കെ ചെയ്യുന്നത്. എന്തായാലും ഈ ബന്ദികളുടെ മോചനവുമായി ബന്ധപ്പെട്ട ചർച്ച എവിടെ എത്തി എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ദിവസം ഒക്കെ തന്നെ വന്ന വാർത്ത ഒരു ആശ്വാസത്തിന്റെ ആയിരുന്നുവെങ്കിലും എന്നാൽ ഇന്നലെ വന്നത് അത്ര കണ്ട് ആശ്വാസം പകർന്ന വാർത്തയല്ലായിരുന്നു. ഹമാസ് ചർച്ചകളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നു, ഇസ്രായേലും അതേ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുന്നു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു. എന്നാൽ ഖത്തർ കഴിഞ്ഞ തവണ ഒരു ആശ്വാസ വാർത്ത പുറത്തു വരുന്നു എന്നൊരു സന്ദേശങ്ങൾ നൽകിയെങ്കിലും തൊട്ടു പിന്നാലെ തന്നെയാണ് ഹമാസ് പിന്മാറുകയും ഒക്കെ ചെയ്തത്. അതായത് ഇസ്രായേലിന്റെ ഒരു നിലപാട് ഇങ്ങനെയായിരുന്നു: വെടിനിർത്തലൊക്കെ തന്നെ കരാർ വരികയും ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും ഹിസ്ബുള്ളയെ തകർക്കാനുള്ള അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ തകർക്കാൻ ഇരിക്കാനുള്ള ഇസ്രായേലിന് മേലുള്ള ഒരു കടിഞ്ഞൂലിടൽ അല്ല എന്നാണ് പറഞ്ഞത്. ഈ ബന്ദികൾ മോചനവും അതുപോലെ തന്നെ വെടിനിർത്തലൊക്കെ തന്നെ പ്രാബല്യത്തിൽ വരും. പക്ഷെ അപ്പോഴും ഞങ്ങൾ ഹിസ്ബുള്ളയെ നശിപ്പിക്കുക, അത് തുടരുക തന്നെ ചെയ്യുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പറഞ്ഞത്. എന്നാൽ ഹമാസ് പറഞ്ഞിരുന്നത് അങ്ങനെയല്ല. വെടിനിർത്തൽ കരാർ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിക്കുക, അത് എങ്ങനെയായിരുന്നാലും അത് അങ്ങനെയുള്ള യുദ്ധങ്ങളൊക്കെ തന്നെ പൂർണ്ണമായും അവസാനിപ്പിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമേ ബന്ദികളെ വിട്ടു നൽകുകയുള്ളൂ
ഉള്ളൂ എന്ന ഒരു നിലപാടിലേക്ക് ഹമാസും എത്തുകയായിരുന്നു. എന്തായാലും ഇവർ തമ്മിലുള്ള ചർച്ചാ വിഷയങ്ങൾ ഒരിടത്തും എത്താത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് ഇപ്പോഴല്ല, ഇതിനു മുൻപും ആദ്യഘട്ടത്തിൽ ബന്ദിമോചനം ഉണ്ടായിരുന്ന സമയത്തും ഇതേ രീതിയിൽ തന്നെയാണ് ഹമാസും അതുപോലെ തന്നെ ഇസ്രായേലും ഒക്കെ തന്നെ ചർച്ചകൾക്ക് മുന്നോട്ട് നീങ്ങുമ്പോൾ അവരുടെ ഒരു അഭിപ്രായം ഇങ്ങനെ തന്നെയായിരുന്നു. ആദ്യം പറയുന്നു ഒരു ബന്ദിക്ക് 3 ഹമാസ് തടവുകാരെ പുറത്തേക്ക് വിടണമെന്ന് പറയുകയും ചെയ്യുമ്പോൾ ഇസ്രായേൽ അതിനെ അനുവദിക്കുന്നില്ല. ഒരു ബന്ദിക്ക് 1 ഹമാസ് തടവുകാർ, അങ്ങനത്തെ കണക്ക് മാത്രമേ കൊണ്ടുവരുള്ളൂ എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയല്ല, കുട്ടികളടക്കമുള്ളവരുണ്ട് എന്നടക്കമുള്ള ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് അടക്കം ഹമാസ് ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും പിന്നീട് ഇസ്രായേൽ അതിന് സമ്മതിക്കുകയായിരുന്നു. പ്രധാന പങ്ക് ഇവരെ രണ്ടുപേരെയും ഒരുമിക്കാൻ കൊണ്ടുവന്നത് ഖത്തർ കൂടിയാണ്. ഈ ഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്, ഖത്തർ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. എന്നാൽ അപ്പോഴും നെതന്യാഹു ഖത്തറിന് നേരെ തിരിഞ്ഞടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ലോകരാജ്യങ്ങൾ ഇടപെട്ട് ആ ഒരു രീതിയെ മാറ്റുകയായിരുന്നു. അമേരിക്ക അടക്കമുള്ളവർ ഇതിലേക്ക് ഇടപെടുകയും ഒക്കെ ചെയ്തിരുന്നു. വീണ്ടും അപ്പോൾ ഖത്തർ തന്നെയാണ് ഈ കാര്യത്തിലെല്ലാം മുൻകൈ എടുത്ത് യുദ്ധം അവസാനിപ്പിക്കുക എന്നൊരു ആവശ്യത്തിലേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ആ ഒരു ആവശ്യം ഏകദേശം അതിന്റെ വിജയം കണ്ടെത്തിയെന്ന് തന്നെ പറയാം. പക്ഷെ പിന്നീടായിരുന്നു ഇവരുടെ രണ്ടുപേരുടെയും നിലപാടുകൾ വൈരുദ്ധ്യമുണ്ടായെന്ന് തിരിച്ചറിയുകയും രണ്ടുപേരും ഇതിലേക്ക് പിന്നോട്ട് പോവുകയും ഒക്കെ ചെയ്തത്. പക്ഷേ ബന്ദികളുടെ ബന്ധുക്കൾ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം മുറുകുകയാണ്. അതുപോലെ തന്നെ നെതന്യാഹു അവർക്ക് വാക്ക് നൽകിയതാണ് ഈ മാസത്തിനുള്ളിൽ തന്നെ എല്ലാ ബന്ദികളെയും പൂർണ്ണമായും കൊണ്ടുവരുമെന്ന്. ആ വാക്ക് പാലിക്കാൻ ഒരുപക്ഷെ നെതന്യാഹുവിന് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നെതന്യാഹുവിന്റെ പതനം തന്നെയായിരിക്കും ഇതിന് ഏറ്റവും അവസാനം എന്നത് കൂടി, ആ ഒരു വസ്തുത കൂടി മുന്നിൽ കാണേണ്ടതുണ്ട്.